നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI നടക്കുന്നത് സംസ്ഥാന സർക്കാരിലെ സ്വന്തം മന്ത്രിമാരുടെ പിടിപ്പുകേടും CPIM കാട്ടുന്ന അവഗണനയും സംബന്ധിച്ചാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇത്ര കനത്തതായതിന് പിന്നിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതുമാണെന്ന് CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നില്ല. ചോദിച്ചു വാങ്ങാനുള്ള ശേഷി മന്ത്രിമാർക്കും പാർട്ടി നേതൃത്വത്തിനും ഇല്ലെന്നും നേതാക്കൾ വിമർശനമുയർത്തുന്നു. CPI ജില്ലാ കൗൺസിലുകളിൽ ഇതുവരെ നടന്ന ചർച്ചകളിൽ ഏറ്റവും രൂക്ഷമായ പ്രതികരണം നടന്നത് ഇടുക്കി ജില്ലാ കൗൺസിലിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി വിടണമെന്നായിരുന്നു പാർട്ടി ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിനൊപ്പം നിൽക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ലെന്നും നേതാക്കൾ ചോദിച്ചു. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരുന്ന സമയങ്ങളായിരുന്നു CPIയുടെ സുവർണകാലമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതേസമയം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് മുഖ്യ പരാജയ കാരണമെന്ന് കോട്ടയം ജില്ലാ കൗൺസിൽ യോഗത്തിലും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. CPI മന്ത്രിമാരുടെ കഴിവുകേടിനെയും നേതാക്കൾ എടുത്തു പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. CPI മന്ത്രിമാരെ ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്നോ മാറണം. പ്രശ്നങ്ങളിൽ CPI നേതൃത്വം ഫലപ്രദമായി ഇടപെടുന്നില്ല. പാർട്ടിക്ക് ലഭിച്ച രാജ്യസഭാ സീറ്റ് K പ്രകാശ് ബാബുവിനാണ് നൽകേണ്ടിയിരുന്നതെന്നും കൊല്ലത്ത് ആനി രാജയ്ക്കാണ് നൽകേണ്ടിയിരുന്നതെന്ന് ഇടുക്കിയിലും അഭിപ്രായമുയർന്നു.